ക്രൂസ് മിസൈൽ ഉക്രൈന് നൽകും. അമേരിക്കയുടെ പക്കൽ നിന്നും ഈ തരത്തിലുള്ള മിസൈൽസ് ഒരുപക്ഷെ ഭാവിയിൽ ഉക്രൈന് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സെപ്റ്റംബർ മാസം മുതലേ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈയൊരു വിവരത്തെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ ചില ദിവസങ്ങൾക്ക് മുൻപ് സെലൻസ്കിയുടെ സീക്രട്ട് പദ്ധതിയും പുറത്ത് ലീക്കായി. ഞങ്ങൾ വളരെ രഹസ്യമായി അമേരിക്കയോട് ഏതൊക്കെ വെപ്പൺസ് ആണോ ചോദിച്ചത് അതെല്ലാം പബ്ലിക് ന്യൂസ് പേപ്പറിൽ പുറത്തു വരുന്ന രീതിയിൽ അജാഗ്രതയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് സെലൻസ്കി നേരിട്ട് ചില കുറ്റാരോപണം നടത്തി. ഇങ്ങനെ ഒരു വലിയ കാര്യമായി അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് നാറ്റോ സംഘടനയുടെ പാർലമെന്ററി അസംബ്ലി കാനഡയിൽ വെച്ച് നടന്നവസാനിച്ചു. ഈ മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം 4 പേജുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു. അവിടെ എന്തെല്ലാം സംഭവിച്ചു, മീറ്റിംഗിന് ശേഷം എന്തെല്ലാം തീരുമാനിച്ചു, ഇവയെക്കുറിച്ചെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉക്രൈന് വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റി അഷ്വറൻസ്. അതിനായി ലോങ് റേഞ്ച് മിസൈൽസ് നൽകാനും ഞങ്ങൾ തയ്യാറാണ്. ഉക്രൈൻ തങ്ങളെ സംരക്ഷിക്കാൻ ഈ ആയുധങ്ങളെല്ലാം ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ അത് നൽകാനുള്ള റീ അഷ്വറൻസും നാറ്റോ നൽകുമെന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടു. ഇവയെക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. നാറ്റോ രാജ്യങ്ങളുടെ പാർലമെന്ററി അസംബ്ലിയുടെ ആനുവൽ മീറ്റിംഗ്, വർഷാവർഷം നടത്തുന്ന മീറ്റിംഗ് കാനഡയിൽ വെച്ച് നടന്നവസാനിച്ചു. അതിലവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നാറ്റോയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നാറ്റോയിൽ എന്തെല്ലാം മാറ്റേണ്ടതുണ്ട്, പാർട്ട്നേഴ്സിന്റെ സെക്യൂരിറ്റിക്ക് എന്തെല്ലാം ചെയ്യാം, പാർട്ട്നേഴ്സിന്റെ സെക്യൂരിറ്റി ത്രെഡ് ആരെല്ലാമാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു. അതിലും കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ 6ാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക. ഇത് ഒഫീഷ്യലായി അവർ പുറത്തുവിട്ട ഡോക്യുമെന്റിൽ ഉള്ളതാണ്. അതിൽ പറയുന്നത്, റഷ്യ ഉക്രൈൻ യുദ്ധം വളരെ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉക്രൈന് ഒരു സെക്യൂരിറ്റി അസിസ്റ്റൻസ് നൽകണം. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രത്തോളം വലുതായാലും പ്രശ്നമില്ല. ഈ യുദ്ധത്തിൽ ഉക്രൈൻ ജയിക്കുന്നതുവരെ ഉക്രൈനെ ലൂസ് ചെയ്യാതെ ജയിക്കണം. അതായത് ഉക്രൈൻ അവരുടെ ഭൂപ്രദേശം റഷ്യയുടെ കൈകളിൽ കൊടുക്കാതെ യുദ്ധത്തിൽ ജയിക്കുന്നതുവരെയും ഒരു സെക്യൂരിറ്റി അസിസ്റ്റൻസ് റഷ്യയ്ക്ക് എതിരെ ഉക്രൈന് നൽകണം. ആ സെക്യൂരിറ്റി അസിസ്റ്റൻസിനു വേണ്ടി നമ്മുടെ മുഴുവൻ പാർട്ട്ണർ കൺട്രീസും ഒരേ പാതയിൽ തന്നെ ചലിക്കണം. നാറ്റോയിൽ നിന്ന് ഉക്രൈനിലേക്ക് പോകുന്ന സഹായം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. ലോങ് റേഞ്ച് മിസൈൽസ് ഉക്രൈൻ ഉപയോഗിക്കുന്നതിന് അപ്രൂവൽ നൽകുക മാത്രമല്ല, പാർട്ട്ണർ കൺട്രീസ് എല്ലാവരും ചേർന്ന് അടുത്ത ഒരു വർഷത്തിൽ $40 ബില്യൺ വരെയും, 1-2 അല്ല 40 ബില്യൺ യൂറോസ് വരെയും ആയുധ സഹായമായി ഉക്രൈന് നൽകണമെന്ന് വളരെ വ്യക്തമായി അവർ പറഞ്ഞു. ഇതിൽ ഈ ലോങ് റേഞ്ച് വെപ്പണെ സംബന്ധിച്ച് ഇതിനകം ഉക്രൈന്റെ പക്കൽ ATACMS ഉണ്ട്. അതുമാത്രമല്ല മറ്റൊരുപാട് വേർഷൻസിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. UK-യിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ മാപ്പ് നിങ്ങളൊന്ന് നോക്കുക. ടോം ഹോക്ക് ക്രൂയിസ് മിസൈലിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. ബ്ലോക്ക് 3, ബ്ലോക്ക് 2, ബ്ലോക്ക് 4 ഇങ്ങനെ എല്ലാം ഉണ്ട്. ഇതിന്റെ മാക്സിമം റേഞ്ച് എന്നത് 2500 കിലോമീറ്ററിലും അധികമാണ്. കൂടാതെ ഉക്രൈന് ഒരുപക്ഷെ സെലൻസ്കിയുടെ റിക്വസ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോ ഇവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് ഈ മിസൈൽ നൽകുകയാണെങ്കിൽ സത്യത്തിൽ അതൊരു ഗെയിം ചേഞ്ചറായി മാറും. എന്നാൽ ഇവിടെ ക്വാണ്ടിറ്റി ഉക്രൈൻ അധികമായി നൽകണം. ഒരു 3 ഡിജിറ്റെങ്കിലും നൽകണം. 200-250 നൽകിയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു റീ അഷ്വറൻസ് നൽകണം. ഉക്രൈൻ ചോദിക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു മിസൈൽസ് നൽകാനുള്ള ഒരു അഷ്വറൻസ് നൽകണം. അങ്ങനെ അവരുടെ സ്റ്റോക്ക് പൈൽസ് കുറയാതെ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായും റഷ്യയ്ക്ക് ഒരു വലിയ നഷ്ടം ഈ ഒരു മിസൈൽ കാരണം നൽകാൻ സാധിക്കും. കാരണം ഇതൊരു സബ്സോണിക് മിസൈലാണ്. ശബ്ദത്തിന്റെ വേഗതയെക്കാട്ടിലും കുറഞ്ഞ വേഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു മിസൈൽ. ഇവയ്ക്കെല്ലാം അപ്പുറം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാർഹെഡ്സും ഇതിന്റെ റേഞ്ചും ഇതിനെ വളരെ ഡെഡ്ലിയാക്കി മാറ്റുന്നു. കൂടാതെ ഇതും ഒരു സ്റ്റെൽത്ത് ഡിസൈൻഡ് മിസൈലാണ്. റഡാറിനെ കൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. തറയിൽ നിന്നും വളരെ താഴ്ന്നു പറക്കുന്ന ഒരു മിസൈൽ. ഇവയെല്ലാം മറ്റ് മിസൈലുകളുമായി മാച്ച് ആകുന്നുണ്ട്. പക്ഷെ ഇതിൽ ഉപയോഗിക്കുന്ന വാർഹെഡും ഇതിന്റെ വേഗതയുമാണ് ഇതിനെ വളരെ ഡെഡ്ലിയാക്കി മാറ്റുന്നത്. ഇതിലെല്ലാവർക്കും ഒരു സംശയം വരാം, ഉക്രൈൻ ഇതിനകം തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് നൽകണമെന്നുള്ള സംസാരങ്ങൾ വരുന്നുണ്ടല്ലോ. ടോം ഹോക്ക് ക്രൂയിസ് മിസൈൽസിൽ ഇതിനകം ന്യൂക്ലിയർ പേലോഡ് വയ്ക്കാനുള്ള ചില വിവരങ്ങളും പുറത്തു വന്നല്ലോ. ഒരുപക്ഷെ അതിന്റെ തുടക്കമായിരിക്കുമോ ഇത് എന്നൊരു സംശയം വരാം. ഇല്ല, ടോം ഹോക്ക് ക്രൂയിസ് മിസൈലിനെ സംബന്ധിച്ച് അതിന്റെ ന്യൂക്ലിയർ വേർഷൻ ഇപ്പോഴത്തേക്ക് അമേരിക്ക, UK ഇവർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ലാൻഡ് അറ്റാക്ക്ഡ് ക്രൂയിസ് മിസൈലാണ്. LICക്ക് കീഴിലാണ് ഈ മുഴുവൻ ടോം ഹോക്ക് ക്രൂയിസ് മിസൈലും വരിക. കൂടാതെ ഇതിന് ഉക്രൈന് ചില നേട്ടവും കോട്ടവും ഉണ്ട്. ഇതിന്റെ ലാൻഡ് ലോഞ്ച്ഡ് വേർഷൻസ് എന്നത് UK പക്കൽ മാത്രമാണുള്ളത്. അതിനെയും അവർ റിട്ടയർ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2000 മുൻപ് വരെയും ലാൻഡ് ലോഞ്ച്ഡ് വേർഷൻസ് അവർ നിർമ്മിച്ചു.
അതിനുശേഷമുള്ളതെല്ലാം സബ്മറൈൻ ലോഞ്ച്ഡും ടോർപെഡോ ട്യൂബ് ലോഞ്ച്ഡും കപ്പലുകളിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന രീതിയിലാണ് നിർമ്മിച്ചത്. ഇതെങ്ങനെ ഉക്രൈന് നേട്ടമായി മാറും എന്ന് ചോദിച്ചാൽ ഇതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രം ചെയ്താൽ മതി. സാധാരണ ലാൻഡ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് ഉക്രൈൻ ഒരു നേട്ടമായി മാറും. പക്ഷേ ഇതിലും ഒരു പോരായ്മയുണ്ട്. ഒരു പക്ഷേ ഉക്രൈന്റെ ടെറിട്ടറിക്കുള്ളിൽ നിന്ന് ഇത് ലോഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഉക്രൈനിൽ നിന്ന് റഷ്യയുടെ പൊസിഷൻസിനെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് കൂടുതൽ അസിസ്റ്റൻസും പുതിയ പുതിയ ഇൻസ്റ്റാളേഷൻസും ആവശ്യമാണ്. എന്തിന് റേഡാർ സെറ്റ് ഉൾപ്പെടെ ഉക്രൈനുള്ളിൽ നാറ്റോ കൺട്രീസ് ഡെപ്ലോയ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഇനി കപ്പലുകളിൽ നിന്നും ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉക്രൈന്റെ പക്കൽ ശരിയായ ഒരു നാവികസേന ഇല്ല. ചെങ്കടലിലെ ഭൂരിഭാഗം പ്രദേശവും റഷ്യയുടെ കൺട്രോളിലാണ് ഉള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഈ കാറ്റഗറിയിൽ റഷ്യയ്ക്ക് ഇതൊരു പ്രശ്നമുണ്ടാക്കേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ ടോമഹോക്ക് ക്രൂയിസ് മിസൈൽ ഉക്രൈന് നൽകുകയാണെങ്കിൽ തീർച്ചയായും അത് സത്യത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറും. ആദ്യം അവർ നൽകുകയില്ല എങ്കിലും നാറ്റോ നൽകിയ ഈ സ്റ്റേറ്റ്മെന്റും സെലൻസ്കി കൊടുത്ത റിക്വസ്റ്റും എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നാം. ഒരുപക്ഷെ ഭാവിയിൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വന്നതിനു ശേഷം റഷ്യ ഉക്രൈൻ യുദ്ധം വളരെ വലുതായി മാറുകയാണെങ്കിൽ ഇവ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത റഷ്യയുടെ അഡ്വാൻസ്മെന്റ് എന്നത് ഈസ്റ്റേൺ പ്രദേശത്ത് കൂടുതലായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരുപാട് പേർ അംഗീകരിക്കില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റഡി ഓഫ് വാർ, ഗാർഡിയൻ, BBC ഇങ്ങനെ ഏത് വാർത്താ മാധ്യമങ്ങളും നിങ്ങളെടുത്ത് നോക്കാം. ഈസ്റ്റേൺ ഫ്രണ്ടിൽ റഷ്യ എത്രത്തോളം മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ആക്സിലറേഷൻ റേറ്റ് എത്രത്തോളം കൂടുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് തിരഞ്ഞു നോക്കുക. ഈ യുദ്ധത്തിന്റെ തുടക്കകാലത്ത് 2022 റഷ്യ ഒരു ഫോർവേഡ് പുഷ് ചെയ്തു. അതുപോലെ 2023 അവർ മുന്നേറിയ ആ ഒരു വേഗതയെക്കാളും ഇപ്പോ ഓരോ മാസവും റഷ്യ മുന്നേറുന്ന വേഗത എന്നത് വളരെ വളരെ സ്പീഡപ്പ് ആയിട്ടുണ്ട്. ഇതിന് ഒരേ ഒരു പ്രധാന കാരണം മാത്രമാണ് അവിടെയുള്ള കാലാവസ്ഥാ മാറ്റത്തെ റഷ്യ അവർക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു. കൂടാതെ ഉക്രൈനുള്ളിൽ നിന്നും അവർക്ക് ഒരുപാട് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 2 ദിവസം മുൻപ് പോലും നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഉക്രൈന്റെ പക്കൽ നിന്നും ഉക്രൈൻ സൈനികർ വഴി തന്നെ റഷ്യയ്ക്ക് ആവശ്യമായ ഇൻപുട്സ് ലഭിക്കുന്നുവെന്ന്. അപ്പോ റഷ്യയുടെ സ്പൈ നെറ്റ്വർക്സും അവിടെ വളരെ തീവ്രമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പോളണ്ടിന്റെ ഡിഫൻസ് മിനിസ്ട്രി ഇന്നലെ ഒരു അറിയിപ്പ് പുറത്തുവിട്ടു. പോളണ്ട് എപ്പോഴും റഷ്യയ്ക്ക് എതിരെയാണ് എല്ലാ സ്റ്റേറ്റ്മെന്റും നൽകുന്നത്. ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും ആന്റി റഷ്യൻ മൈൻഡ് സെറ്റിലുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നത് ഉക്രൈൻ തീർച്ചയായും ജയിക്കും. ഉക്രൈൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം ആർക്കും വേണ്ട. എന്നാൽ ഉക്രൈന് നമ്മൾ നൽകുന്ന ഈ സെക്യൂരിറ്റി അസിസ്റ്റൻസ് ഗ്യാരണ്ടി എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. നാളെ ഒരു പ്രശ്നത്തിൽ അകപ്പെടാത്ത രീതിയിൽ, അതിപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചാലും തുടർന്നു കൊണ്ടുപോയാലും ഉക്രൈന് നമ്മൾ നൽകുന്ന സെക്യൂരിറ്റി അസിസ്റ്റൻസ് ഒരിക്കലും മാറാൻ പാടില്ല. എങ്കിലും സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകുന്ന രാജ്യങ്ങളും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉക്രൈനെ സുരക്ഷിതമായി നോക്കണം. എന്നാൽ അതേസമയം ഉക്രൈന് സുരക്ഷ നൽകുന്നതുകൊണ്ട് മറ്റാതൊരു പ്രശ്നത്തിലും സുരക്ഷ നൽകുന്ന രാജ്യം അകപ്പെടാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം സ്വയം സംരക്ഷണമാണ് എല്ലാവരും നോക്കേണ്ടത്. അതിനുശേഷം ഉക്രൈനെ സഹായിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക. കഴിഞ്ഞ 2 മാസമായി ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് വീണ്ടും വീണ്ടും പലരും പറയുന്നുണ്ട്. ഫോറിൻ മിനിസ്റ്ററിൽ നിന്നും ഒരു അറിയിപ്പ് വരുന്നു, ഡിഫൻസ് മിനിസ്റ്ററിൽ നിന്നും ഒരു അറിയിപ്പ് വരുന്നു, പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സ് പറയുന്നു. ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോളണ്ടിൽ നിന്നും വീണ്ടും വീണ്ടും വരികയാണ്. അപ്പോ ഇന്റേണൽ പൊളിറ്റിക്സിൽ അവിടെ എന്തോ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈനെ സഹായിക്കുന്നത് കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ സെൽഫ് ഡിഫൻസ്, അവരുടെ സംരക്ഷണം എന്നൊരു കാര്യം വരുമ്പോൾ ആദ്യം അവരവരുടെ സംരക്ഷണം മാത്രമേ എല്ലാവരും നോക്കുകയുള്ളൂ. എന്നാൽ ഉക്രൈൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നോക്കിയാലും നമുക്ക് എല്ലാവരും സഹായം ചെയ്യും, എന്തായാലും നമുക്ക് അവരുടെ പക്കൽ നിന്നും വരുന്ന സഹായം ഒരിക്കലും കുറയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണുള്ളത്. പക്ഷേ പല രാജ്യങ്ങളും പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ജർമ്മനിയുടെ പ്രധാനപ്പെട്ട പല സ്റ്റീൽ പ്ലാന്റ്സ് എല്ലാം ലേ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് കൺസ്യൂമബിൾ ഗ്യാസ് പ്രൈസ് അധികമാകുന്നുണ്ട്. റഷ്യയുടെ പക്കൽ നിന്നും LNG വാങ്ങാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം. എന്നാൽ മറ്റൊരു റൂട്ടിൽ നോക്കിയാൽ റഷ്യയിൽ നിന്നും നെതർലാൻഡ് ഗ്യാസ് വാങ്ങുന്നുണ്ട്, നെതർലാൻഡിൽ നിന്നും ജർമ്മനി വാങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇൻഡയറക്റ്റ് റൂട്ട് വഴി ഇപ്പോഴും ആക്സസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നേരിട്ട് വരുന്ന വഴികളെല്ലാം കട്ട് ചെയ്തതുകൊണ്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പ്രൈസ് എന്നത് ജർമ്മനിയിൽ വളരെ കൂടുതലാണ്. ഇത് ഇൻഡയറക്റ്റ് ആയി അവരുടെ വ്യവസായത്തെ മുഴുവനും മുറിവേൽപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ ഗ്യാസ് വേണ്ട എന്ന് പറഞ്ഞത് ഒരു കാരണമാണ്. മറ്റൊരു കാരണം ഈ ക്ലൈമാറ്റ് ചേഞ്ച് കാരണം എല്ലാവരും റിന്യൂവബിൾ എനർജിയെ നോക്കി പോകണം. കൂടാതെ ഗ്യാസ് കൺസപ്ഷൻ കുറയ്ക്കണം എന്നുള്ള പല നിയമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് അതും ഇൻഡയറക്റ്റ് ആയി ഇവിടെ ജർമ്മനിയെ പ്രശ്നത്തിലാക്കുന്നുണ്ട്. അവസാനമായി റഷ്യ വീണ്ടും അവരുടെ ഡ്രോൺ അറ്റാക്ക് ഇന്നലെ ഉക്രൈൻ തലസ്ഥാനത്തും
ഒഡീസ പ്രദേശത്തെ നോക്കി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും റഷ്യ ഒഡീസ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ തുടങ്ങി, പ്രധാനമായും ഷാഹി ഡ്രോൺസ് ഉപയോഗിച്ച്. മറ്റൊരു ഭാഗത്ത് ഖാർഖീവിൽ ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം റഷ്യ നടത്തിയ ആക്രമണത്തിൽ 18 സ്ഥലങ്ങളിൽ ആഘാതമേറ്റിട്ടുണ്ട്. ഇതിൽ കാഷ്വാലിറ്റീസിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. കാഷ്വാലിറ്റീസ് അവിടെ ഉണ്ടായിട്ടില്ല. എങ്കിലും റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിൽ റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെ നോക്കി അവരുടെ ആർട്ടിലറി അറ്റാക്ക് ചെയ്യുന്നുവെന്ന് ഉക്രൈൻ ഒരു വലിയ കുറ്റാരോപണം നടത്തി. ഇതിനുശേഷം വന്ന കൂടുതൽ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിലൂടെ നമുക്കറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.